ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റയൽ മാഡ്രിഡിൻ്റെ എത്തിഹാദിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ചാമ്പ്യൻസ് ലീഗ് വിക്ടറിയെ കുറിച്ചിട്ടാണ്. ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 പ്ലേ ഓഫ് മത്സരത്തിലെ ഫസ്റ്റ് ലെഗിൽ മാൻ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റയൽ മാഡ്രിഡ് ഒരു മാസീവ് അഡ്വാൻറ്റേജ് ഈ ഒരു ടൈൽ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അത് കാണാത്തവരത് കണ്ടു നോക്കൂ. ഇനി അത് കാണാൻ താല്പര്യമില്ലാത്തവർ ഇത് മാത്രം കാണാൻ താല്പര്യമുള്ളവർ ഇതും കാണാം, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ മത്സരത്തിലെ ഗോളുകൾ വന്ന വഴി ചില ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ മത്സരത്തിൽ പ്രധാനപ്പെട്ട ഇവൻറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ്, ഗ്രീലിഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലെഫ്റ്റ് സൈഡിൽ മാൻ സിറ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ മാൻ സിറ്റിയുടെ ഒരു ഓൺ ദ ബോൾ ഷേപ്പ് ഒരു 2-3-5 എന്നുള്ള രീതിയിലാണ് അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് അക്കാഞ്ചി റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഗ്വാർഡിയോൾ രണ്ടുപേരും മിഡ്ഫീൽഡിലേക്ക് ഇൻസൈഡ് ആയിട്ട് നാരോ ആയിട്ട് കയറി വരുന്ന ഒരു സിനാരി നമുക്ക് തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സ്റ്റോൺസിൻ്റെ കൂടെ ഒരു 3 man മിഡ്ഫീൽഡ് പോലെ അവരാകുന്നുണ്ടായിരുന്നു. പിന്നെ 2 ഡിഫൻഡർമാർ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ കെവിൻ ഡെ ബ്രോയിനെയും ബെർണാർഡോ സിൽവയും 2 ടെന്നുകളായിട്ട് കളിക്കുന്നു. റൈറ്റ് വിങ്ങിൽ സവീഞ്ഞോ, ലെഫ്റ്റ് വിങ്ങിൽ ഗ്രീലിഷ്, സ്ട്രൈക്കറായിട്ട് ഏർലിംഗ് ഹാലൻഡ്. അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണ് പെപ്പ് വിചാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ റയൽ മാഡ്രിഡ് ഓഫ് ദ ബോൾ 4-4-2 ഷേപ്പിലാണല്ലോ നിൽക്കുക. അപ്പോൾ അതിൽ തന്നെ റൈറ്റ് മിഡ്ഫീൽഡറിനെ പോലെ കളിക്കുന്നത് റോഡ്രിഗോയും ലെഫ്റ്റ് മിഡ്ഫീൽഡറിനെ പോലെ കളിക്കുന്നത് ജൂഡ് ബെല്ലിംഗാമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടി ആ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് കൊണ്ടുവരണം, നാരോ ആക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്താണ്, വൈഡ് ഏരിയയിൽ സവീനയ്ക്കും ഗ്രീലിഷിനും 1v1 ഓപ്പർച്യൂണിറ്റീസ് പിന്നെ ഫുൾ ബാക്കുകൾക്ക് എതിരെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷയില്ല. ആ രീതിയിൽ വൈഡ് ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യാമെന്നുള്ളതായിരിക്കണം പെപ്പിൻ്റെ ചിന്ത ഉണ്ടായിട്ടുള്ളവ. പക്ഷേ എന്താണ്, റോഡ്രിഗോ സ്റ്റിൽ ഫെഡേക്ക് കാര്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഗ്വാർഡിയോളിൻ്റെ ആ ഒരു ഇൻവേർട്ട് ചെയ്തതിന് ശേഷമുള്ള അതിലൂടെയുള്ള റണ്ണ് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ ആ റണ്ണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതൊരു ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ട് ചെയ്തുള്ള സംഭവം തന്നെയാണ്. ആ റണ്ണിലൂടെ തന്നെയാണ് മാൻ സിറ്റി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിലും റയൽ മാഡ്രിഡിൻ്റെ എനർജി മികച്ചതായിരുന്നു. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഈ എനർജിയും മാൻ സിറ്റിയുടെ പ്രസ് പഴയ പോലെ എഫക്റ്റീവ് ആകാത്തൊരു സിനാരിയും കാണുമ്പോൾ എന്താ സംഭവം, റയൽ മാഡ്രിഡിൻ്റെ തുടക്കത്തിലുള്ള എനർജി കൊണ്ട് അവർ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കെവിൻ ഡെ ബ്രോയിനൊക്കെ പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു, അത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതൊക്കെ പിന്നെ റയൽ മാഡ്രിഡ് പിന്നെ ട്രാൻസിഷനിൽ അവർക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചു. അതായത് പൊസിഷൻ ടേൺ ഓവർ നടത്തിയിട്ട് റയൽ മാഡ്രിഡ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ജാക്ക് ഗ്രീലിഷിനെ തുടക്കത്തിൽ ഒരു ഫൗളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രീ കിക്കൊക്കെ മാൻ സിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിനി ജൂനിയറിനെ ഫൗൾ ചെയ്തതിന് എഡേഴ്സൺ പെനാൽറ്റി കൺസീഡ് ചെയ്തു എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫെഡയുടെ ലോങ് ബോളിൽ. അപ്പോൾ ഈ രീതിയിൽ മാൻ സിറ്റിയുടെ ഒരു ഹൈലൈനും കൂടിയായിരുന്നു നമുക്കറിയാം. അപ്പോൾ ഈ റയൽ മാഡ്രിഡ് ഈ സീസണിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് എപ്പോഴൊക്കെയാണ്, ടീമുകൾ സിറ്റ് ബാക്ക് ചെയ്യുമ്പോഴാണ്. നമ്മളിപ്പോൾ ലാ ലീഗിലെ മത്സരം നോക്കി കഴിഞ്ഞാൽ സിറ്റ് ബാക്ക് ചെയ്തിട്ടുള്ള ടീമുകൾക്കെതിരെയാണ് ക്രിയേറ്റ് ചെയ്യാൻ റയൽ മാഡ്രിഡ് കാര്യമായിട്ട് ഇടങ്ങറായിട്ടുണ്ടായിരുന്നത്. ഇത്തവണ പക്ഷേ ഓഫ് സൈഡ് ആയിരുന്നു വിനി ജൂനിയർ, അതുകൊണ്ട് മാൻ സിറ്റി രക്ഷപ്പെട്ടു പോയി. പിന്നെ നമ്മൾ കാണുന്നത് ഈ വിനി ജൂനിയറിൻ്റെ ഒരു ചാൻസ് ക്രിയേഷൻ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുകയാണ് പിന്നെ റയൽ മാഡ്രിഡ്. അങ്ങനെ സബയോസ് അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗം ഒക്കെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്, സപ്പോർട്ട് ചെയ്തിട്ട് കളിക്കുകയാണ്. മാത്രമല്ല പിന്നെ വിനി ജൂനിയർക്ക് ഡിഫെൻസീവ് സപ്പോർട്ട് കൂടുതൽ ബെല്ലിംഗം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കമവിംഗയുടെ ആ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ട് കമവിംഗ സിംഗിൾ പിവോട്ടായിട്ട് ചില സൈഡിൽ നിൽക്കുമ്പോൾ സബയോസിന് റോമിയാണ് ഒരു അവസരം കിട്ടുന്നുണ്ടായിരുന്നു. അത് ഈ മത്സരത്തിൽ കാര്യമായിട്ട് റയൽ മാഡ്രിഡ് ഗുണം ചെയ്തു. കമവിംഗയുടെ ഒരു എനർജിയും അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിപ്പേഷൻ സ്കില്ലും ഒക്കെ മികച്ചതാണ്. അദ്ദേഹം 1-2 സിനാരിയോകളിൽ അദ്ദേഹത്തിൻ്റെ പാസ് ഷോർട്ടായിട്ടുള്ള അവസരങ്ങളിൽ ടേൺ ഓവറുകൾ സംഭവിച്ചിട്ട് മാൻ സിറ്റിയുടെ ഷോട്ടിൽ കലാശിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പാസുകളൊരു പ്രശ്നമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില ഡയഗണൽ സാധനങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വിനിക്ക് കൊടുത്തിട്ടുള്ള സാധനമൊക്കെ രസമുണ്ടായിരുന്നു. അപ്പോൾ കമ ആദ്യം അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പാസിൽ പ്രശ്നം സംഭവിച്ചെങ്കിലും പിന്നെ അദ്ദേഹം ഗെയിമിൽ ശരിക്കും ഇൻവോൾവ് വന്നു. പക്ഷേ ഇത് പറഞ്ഞ പോലെ സബയോസിന് റോമിയാനുള്ള അവസരം ഈ കമവിംഗയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ലെഫ്റ്റിലൂടെയുള്ള ബിൽഡപ്പ് അത് ജൂഡിലേക്ക് എത്തുമ്പോൾ ജൂഡിനെ ഫൗൾ ചെയ്യുകയാണ്. ഡിഫൻസിൽ നിന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് പിന്നെ മാൻ സിറ്റി അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബെർണാർഡോ സിൽവയാണ് അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോൾ ആ ഹാഫ് വേലിൻ്റെ അടുത്ത് ബോൾ റിസീവ് ചെയ്യുന്നത് വിനിയാണ്. അപ്പോഴേക്കും വിനിയിലേക്ക് ബോൾ എത്തുന്നുണ്ട്. റുബൻ ഡിയാസ് അദ്ദേഹത്തെ ചാടി ജമ്പ് ചെയ്തിട്ട് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് വിനി ജൂനിയർ മാജിക്. റുബൻ ഡിയാസിനെ അനായാസമായിട്ട്, റുബൻ ഡിയാസ് മാൻ സിറ്റിയുടെ ബെസ്റ്റ് ഡിഫൻഡർ എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യപ്പെട്ടുള്ള ഒരു പ്ലെയറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ചങ്ങായാണ്, ഒരു ഓർഗനൈസർ കൂടിയാണ്. ആളിനെ അവിടെ ഈസിലി ബീറ്റ് ചെയ്യുന്നു. എന്നതിന് ശേഷമാണ് ആ ട്രിവേല സാധനം എംബാപ്പെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എംബാപ്പെ റൈറ്റിലൂടെയാണ് റൺ ചെയ്യുന്നത്. വാട്ട് എ പാസ്, വാട്ട് എ മാജിക്കൽ പാസ്. എംബാപ്പയുടെ ഫസ്റ്റ് ടച്ച് ഇത്തിരി ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ സ്റ്റിൽ അവിടെ നിന്ന് അത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ അത് ബ്യൂട്ടിഫുൾ ഗോളായി പോയേനെ. പക്ഷേ എഡേഴ്സൺ സേവ് ചെയ്യുന്നു. അവിടെ മാൻ സിറ്റി രക്ഷപ്പെട്ടു പോകുന്നു. അത് അവിടെ നിന്ന് പിന്നെ അഗെയിൻ എഡേഴ്സൻ്റെ ഒരു ത്രോ, ഗോൾ കിക്കിൽ നിന്ന് ത്രോ ആണ്. അതൊരു പിന്നെ മാൻ സിറ്റിയുടെ ഏരിയയിൽ തന്നെ ബെർണാർഡോ സിൽവയുടെ അടുത്തൊക്കെയാണ് തീരുണ്ടായിരുന്നത്. പക്ഷേ അവിടെ വെച്ചിട്ട് ജൂഡ് ബെല്ലിംഗാമിൻ്റെ ആ ഒരു
ഈഗർനെസ് ഉണ്ടല്ലോ ബോൾ വിൻ ചെയ്യാനുള്ളത്. വേറെയും റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ് അവിടെ ഉണ്ട്, പക്ഷേ അവിടെ ബോൾ വിൻ ചെയ്യുന്നു. എന്നിട്ട് അത് ആ ഒരു റൈറ്റ് സൈഡിൽ റോഡ്രിഗോ ഉണ്ട്, എംബാപ്പയൊക്കെ ഉണ്ട്. അങ്ങനെ അത് റോഡ്രിഗോയിലേക്ക് എത്തുമ്പോൾ റോഡ്രിഗോ റൈറ്റിൽ നിന്ന് കട്ടിങ് സൈഡ് ചെയ്തിട്ട് വരികയാണ്, അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ആരും. പിന്നെ ഇവിടെയുള്ള മാൻ സിറ്റിയുടെ ഡിഫെൻഡിങ് ഓഫുൾ ഡിഫെൻഡിങ് ആണ്. അവർ ഒരു സൈഡിലേക്ക് നീങ്ങിയിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, മെൻഡി ആ ലെഫ്റ്റിൽ നിന്ന് മെല്ലെ വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അദ്ദേഹത്തെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല, ആരും കണ്ടുപോലില്ല. റോഡ്രിഗോ കണ്ടു, റോഡ്രിഗോ മനോഹരമായിട്ട് അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു. അദ്ദേഹം കട്ട് ചെയ്തിട്ട് അത് കട്ട് ബാക്ക് ചെയ്തിട്ട് നമ്മുടെ ചങ്ങായി കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് ഡിഫൻഡറിനെ കട്ട് ചെയ്തിട്ട് പോയതല്ല കേട്ടോ, മെൻഡി കട്ട് ബാക്ക് ചെയ്തിട്ട് വിനിക്ക് കൊടുക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും വിനിയുടെ അടുത്ത് ഡിഫൻഡർ ഉണ്ട്, വിനി തിരിച്ച് മെൻഡി കൊടുക്കുന്നു. മെൻഡി അവിടെ അത് ഫിനിഷ് ചെയ്യണം. ഈ ഇത്തരത്തിലുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്? ആളുടെ റൈറ്റ് ഫുട്ടുണ്ട്, വീക്കർ ഫുട്ടാണ്. എങ്ങനെ ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തിട്ട് അവസാനം ഷോട്ട് അടിക്കുന്നത് ആക്കെ ബ്ലോക്ക് ചെയ്തു. പക്ഷെ അത് ഗോൾ അടിക്കണോ? പ്രൊഫഷണൽ ഫുട്ബോളർ അല്ലേ? ശരിയാണ്, ഫുൾ ബാക്കാണ് എനിക്കറിയാം, ലെഫ്റ്റ് ബാക്കാണ് എനിക്കറിയാം, നിങ്ങളുടെ ഫോർട്ടേ അല്ല ഇത്തരത്തിലുള്ള മൊമെൻറ്റിൽ ഡെലിവറി ചെയ്യാന്നുള്ളത്. പക്ഷെ അവിടെ എത്തിയിട്ട് നിങ്ങൾ പ്രൊഫഷണൽ ഫുട്ബോളർ ആകുമ്പോൾ അവിടെ നിന്ന് അത് ഫിനിഷ് ചെയ്യണം. അമ്മാതിരി ചാൻസ് ആയിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ എന്താണ് തുടരെ ചാൻസുകൾ, നല്ല ചാൻസുകൾ റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് മാൻ സിറ്റി ലീഡ് എടുക്കുന്നത്? അതിൽ അഗൈൻ ഈ ഗ്വാർഡിയോളയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ വളരെ വലുതാണ്. പക്ഷേ ഈ ഗോൾ വരുന്നതിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫെഡെ വാൽവെർദെ പലപ്പോഴും ആ ഒരു ഡിഫൻസിൽ നിന്ന് മുമ്പോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ കോൺഷ്യസ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം കെവിൻ ദെ ബ്രോയിനെ പിന്നെ പ്രസ് ചെയ്യാനായിട്ട് മുമ്പോട്ട് കയറി ചെന്നു. കെവിൻ ദെ ബ്രോയിനെ ബോൾ റിസീവ് ചെയ്യുന്നത് ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോളിലാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തെ പ്രസ് ചെയ്യാൻ പോകുന്നു. പക്ഷേ കെവിൻ ദെ ബ്രോയിനെ സ്കിൽഫുൾ പ്ലെയറാണ് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ റിവേഴ്സ് പാസ് ഗ്വാർഡിയോളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഗ്വാർഡിയോളിൻ്റെ അടുത്ത് അവിടെ റോഡ്രിഗോ ഉണ്ട് അദ്ദേഹത്തെ പ്രസ് ചെയ്യാനായിട്ട്. പക്ഷേ ഗ്വാർഡിയോള ഒന്ന് തിരിയുന്നു, എന്നിട്ട് മെഷർ ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മുടെ ചെമേനിയും ഹാഫേലിൻ്റെ അടുത്തേക്ക് കയറി വന്നിട്ടുണ്ട്. കാരണം ഫെഡെ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് കയറി വരണമല്ലോ, അത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. അപ്പോഴേക്കും ഈ നമ്മുടെ ഹാളണ്ടിൻ്റെ റണ്ണ് മേച്ചാണ്, ആ ചാനൽ റണ്ണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഫെഡെ വാൽവെർദെ വെക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലൂടെയുള്ള റണ്ണ് നടത്തണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ ചങ്ങായി ഉണ്ട്, അസെൻസിയോ ഉണ്ട്. പക്ഷേ ഗ്വാർഡിയോള അദ്ദേഹത്തെ പിക്ക് ചെയ്തിട്ടുള്ള പാസ് സെൻസേഷണൽ പാസ്സാണ്. അതായത് അവിടെ നല്ല രീതിയിൽ നല്ല വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പാസിന്. അങ്ങനെ ആൾ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു, ജാക്ക് ഗ്രീലിഷിന് കൊടുക്കുന്നു. ജാക്ക് ഗ്രീലിഷിന് കൊടുത്തുള്ളതിന് ശേഷം ഹാളണ്ട് ബോക്സിലേക്ക് പോയി. അപ്പോൾ ഹാളണ്ട് ബോക്സിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ഈ ഗ്വാർഡിയോളയുടെ റണ്ണുണ്ട്, അത് ആരും കാണുന്നില്ല. അതൊരു ബ്യൂട്ടിഫുൾ റണ്ണാണ്. അപ്പോൾ ആ റണ്ണ് നമ്മുടെ ഗ്രീലിഷ് നല്ല രീതിയിൽ ലോഫ്റ്റഡ് ബോളിലൂടെ പിക്ക് ചെയ്യുന്നു. അപ്പോൾ ഗ്വാർഡിയോള അവിടെ എത്തുമ്പോൾ അസെൻസിയോ മാത്രമല്ല, അപ്പോൾ അസെൻസിയോക്ക് രണ്ടുപേരെ മാർക്ക് ചെയ്യേണ്ട ഒരു സിനാരിയാണ്. അപ്പോൾ ചെമേനിയുടെ പൊസിഷനിലൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ കളക്റ്റീവ്ലി അവിടെ ഡിഫെൻഡിങ് പ്രശ്നമാണ് റയലിനെ സംബന്ധിച്ചോളം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫെഡെ മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഗ്വാർഡിയോളോട് മനോഹരമായിട്ട് അത് ചെസ്റ്റ് ഡൗൺ ചെയ്തിട്ട് ഹാളന് കൊടുക്കുന്നു. ഹാളൻ്റെ അത് ബ്യൂട്ടിഫുൾ ഫിനിഷാണ് അവിടെ. അങ്ങനെ പിന്നെ 4 മിനിറ്റോളമാണ് ആ ഒരു ഓഫ് സൈഡ് ചെക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. അത് ബോളിന് മുമ്പിലാണോ ഹാളണ്ട് എന്നുള്ളതായിരുന്നു ചെക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അല്ല എന്നുള്ള തീരുമാനത്തിലേക്ക്. പക്ഷേ 4 മിനിറ്റ് സമയം എടുക്കുന്നു. അത് ഒരു ലോങ് ഡിലേ ആണ്. ടെക്നോളജി വെച്ചിട്ട് റൈറ്റ് ഡിസിഷനിലേക്കാണ് അവർ എത്തിയത്. പക്ഷേ സ്റ്റിൽ അതൊരു ലോങ് ഡിലേ ആണ്. ഇത്തരത്തിലുള്ള ഡിലേ ഒന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഗോള് ഹാളണ്ട് അടിക്കുന്നു. ഹാളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വരൾച്ച റയൽ മാഡ്രിഡിനെതിരുള്ളത് അവസാനിക്കുക. ഇതിനു മുമ്പ് റയൽ മാഡ്രിഡിനെതിരെ അതിന് ഗോൾ അടിക്കാൻ സാധിച്ചില്ല. അന്നൊക്കെ റുഡിഗർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ റുഡിഗർ ഇല്ല. അങ്ങനെ ചെങ്ങായി ഡെലിവറി ചെയ്യുന്നു. അത് എത്രത്തോളം വലിയൊരു ആശ്വാസമായിരിക്കും ഹാളണ്ടിന് കൊടുത്തിട്ടുണ്ടാകുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു എന്താണ് ബിഗ് ഗെയിമിൽ ഡെലിവറി ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലുള്ള പിന്നെ സംഭവങ്ങളിൽ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഡെലിവറി ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. അഗെയിൻസ്റ്റ് റൺ ഓഫ് പ്ലേ സിറ്റി ലീഡ് എടുക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിറ്റി കുറച്ചുകൂടെ കൺട്രോൾ എടുത്തിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ. ഇതിന് മുമ്പ് ലീഡ് എടുക്കാനുള്ള ഒരു അവസരം മാൻ സിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒരു കോർണറിൽ നിന്ന് പിന്നെ ഡിഫെൻഡ് ചെയ്ത ബോൾ സവീനിയോയിൽ വന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷോട്ട്. പക്ഷേ ബാറിന് മുകളിലൂടെയൊക്കെ പോയിട്ടുള്ള സിനാരിയോ ഉണ്ടായിരുന്നു. ആ ഒരു ഗോളിന് ശേഷം മാൻ സിറ്റി മത്സരത്തിൽ കൺട്രോൾ എടുക്കുന്നത് നമുക്കുള്ളത്. പക്ഷേ അവരുടെ അറ്റാക്കിൽ ആ ഒരു ബ്രേവറി ഉണ്ടായിരുന്നില്ല. കുറച്ച് കോഷ്യസ് ആയിട്ടാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ പിന്നെ വിനി ജൂനിയറിൻ്റെ ഒരു ഷോട്ട് ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളൊരു സാധനം ബാറിൽ തട്ടി പോകുന്നുണ്ടായിരുന്നു. അതൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ മത്സരത്തിലേക്ക് റയലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് വിനി നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രീലിഷിനൊക്കെ ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോർഡനെ കൊണ്ടുവരുന്നു. സബീഞ്ഞോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു. ഗ്രീലിഷ് കളിച്ചിരുന്നിടത്തേക്ക് മാറുന്നു. ഗ്രീലിഷ് അതുവരെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫോർഡൻ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സിനാരിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ നമ്മൾ മാൻ സിറ്റിയുടെ ആ ഒരു ബിൽഡപ്പൊക്കെ നോക്കുമ്പോൾ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് സ്റ്റോൺസ് ബോളൊക്കെ എടുത്തിട്ട് തിരിഞ്ഞു പോകുന്ന സിനാരികൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സൈഡിലേക്ക് പാസ് കൊടുത്തിട്ട് അങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ലീഡിന് ശേഷം അവർ കുറേ കൂടി കംഫർട്ടബിളായിട്ട് ബോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. 1-2 ഓപ്പർച്യൂണിറ്റീസ് ഹാഫ് ചാൻസസ് അവർ ക്രിയേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറഞ്ഞാൽ നസനാക്കെ ഒരു ഡയഗണൽ ബോൾ ഫോർഡൻ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു. ഫോർഡൻ അവിടെ നിന്ന് കട്ട് ഇൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് അത് തീബോ കോർട്ടുവ സേവ് ചെയ്യുന്നു. നല്ല രീതിയിലുള്ളൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരു കോർണറിൽ നിന്നുള്ള മാൻസിറ്റിയുടെ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഈ കമവിംഗയുടെ ചോയ്സ് ഓഫ് പാസുള്ള പ്രശ്നമാണ് ആ ഒരു റയലിൻ്റെ ബിൽഡപ്പ് ഫേസിൽ. അപ്പോൾ അത് പിന്നെ മാൻസിറ്റി വിൻ ചെയ്യുന്നു. അങ്ങനെ എന്താണ് സംഭവിച്ചത് വെച്ചാൽ ഒടുവിൽ അത് ഹാലണ്ടിൻ്റെ ഒരു ഷോട്ടിൽ കലാശിക്കുകയാണ്. ആ ഷോട്ടിനെ ബ്ലോക്ക് ചെയ്തത് അസെൻസിയോ ആണ്. അസെൻസിയോയും ഫെഡെ വാൽവർദേയും രണ്ടുപേരും സ്ലൈഡ് ചെയ്ത് വന്നിട്ടാണ് ഹാലണ്ടിൻ്റെ ഷോട്ടൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോർണറിൽ കലാശിക്കുന്നു. ആ കോർണർ ബോക്സിലേക്ക് വരുമ്പോൾ അതിൽ അക്കാൻജിയാണ് ഹെഡർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അക്കാൻജിയുടെ ഹെഡർ ജസ്റ്റ് എന്താണ് പിന്നെ ബാറിൽ ക്ലിപ്പ് ചെയ്തിട്ട് പോകുന്ന ഒരു സിനാരിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള 1-2 ഹാഫ് ചാൻസസ് സിറ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ റോഡ്രിഗോ നെതനാക്കിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു പ്രസ് ചെയ്തിട്ട്. എന്നിട്ട് റോഡ്രിഗോ വിനിക്ക് കൊടുത്തിട്ടുള്ള പാസ് അത്ര മികച്ചായിരുന്നില്ല. നല്ലൊരു പാസ്സായിരുന്നെങ്കിൽ വിനിക്ക് പെട്ടെന്ന് ഒരു ഷോട്ടൊക്കെ അൺലീഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തായാലും അത് ഒരു കോർണറിൽ കലാശിക്കാണ് ഉണ്ടായിരുന്നത്. ആ കോർണർ ഫെഡെ വാൽവർദേയിലേക്ക് എത്തുന്നു. ഫെഡെ വാൽവർദേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അവസരം വന്നു ചേർന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് ആ ബോൾ റിസീവ് ചെയ്യുന്നു. ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്ത് വന്നതിന് ശേഷം ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. അത് എന്താണ് ജസ്റ്റ് ബാറിന് മുകളിലൂടെ പോയിട്ടുണ്ട്. അതിൽ എഡേഴ്സിൻ്റെ ഫിംഗർ ടിപ്സ് തട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കോർണറോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പിന്നെ ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് എംബാപ്പയ്ക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നത്. അത് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിൽ സവയോസ് ആ ഒരു ഹാഫ് ലൈനിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു. അതിനുശേഷം ഒരു ഡയഗണൽ ബോൾ റോഡ്രിഗോക്ക് കൊടുക്കുകയാണ്. അങ്ങനെ റോഡ്രിഗോ റൈറ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്ത് വരുന്നു. ഈ ഒരു സിനാരിയോയിൽ മാൻ സിറ്റിയുടെ ഡിഫെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഓഫുള്ളാണ്. ഡിയാസിനെ പോലെയുള്ളൊരു ഓർഗനൈസർ ഉണ്ട് ആ ഡിഫൻസിൽ എന്നുള്ള കാര്യം ഓർക്കണം. അക്കാൻജി ഉണ്ട്, നതനാക്കെ ഉണ്ട്, ഗ്വാഡിയോല ഉണ്ട്. ഇവരെന്ത് തേങ്ങയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്റ്റോൺസും ഉണ്ട് മിഡ്ഫീൽഡിൽ. അതായത് ഒരൊറ്റ സൈഡിലേക്ക് എല്ലാ പ്ലെയേഴ്സും നീങ്ങിപ്പോകുന്നു. അതിൽ ജൂഡ് ബെല്ലിംഗാമിൻ്റെ റണ്ണും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജൂഡ് ബെല്ലിംഗാമും ഒരു പ്ലെയറിനെ കൂടി ആ ഒരു റൈറ്റ് സൈഡിലേക്ക്, ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നീക്കി കൊണ്ടുപോയി. അപ്പോൾ എന്താണ് കിലിയൻ എംബാപ്പെ അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. അത് റോഡ്രിഗോ പിക്കും ചെയ്തു. റോഡ്രിഗോ പിക്ക് ചെയ്തത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അത് പിന്നെ സ്റ്റോൺസിൻ്റെ ആ ഒരു കാലിടയിലൂടെയാണ് ആ ഒരു പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ത് ഡിഫെൻഡിങ് ആണത്! എംബാപ്പെ ആരും കണ്ടുപോലും എന്നുള്ളതാണ്. എന്താണ് ചുറ്റും നടക്കുന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ലാതെയാണ് മാൻ സിറ്റി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എംബാപ്പയിലേക്ക് എത്തിയപ്പോൾ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറ്റ്ലീസ്റ്റ് ബെയർ മിനിമം അത് ടാർഗറ്റിലേക്കെങ്കിലും അടിക്കണമായിരുന്നു. അദ്ദേഹം അത് അടിച്ച് പുറത്തേക്ക് കളയുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. ആകാശത്തേക്ക് അടിച്ച് കളയുന്ന ചിത്രം നമ്മൾ കണ്ടു. അത് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു റയലിനെ സംബന്ധിച്ചോളം മത്സരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ മാൻ സിറ്റി 6 അറ്റംപ്റ്റുകൾ നടത്തിയപ്പോൾ അതിൽ 2 ഒരു ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. റയൽ മാഡ്രിഡ് ആണെങ്കിൽ 9 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ 2 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. 56% പൊസഷൻ മാൻ സിറ്റിക്കായിരുന്നു, 44% പൊസഷൻ റയൽ മാഡ്രിഡിന്. റയൽ മാഡ്രിഡ് ആദ്യത്തെ 15 മിനിറ്റിൽ കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ സിറ്റി ലീഡ് എടുക്കുന്നു, സിറ്റി പിന്നെ കൺട്രോൾ എടുക്കുന്നു. പക്ഷേ പിന്നെ ആ ഒരു ഹാഫിൻ്റെ അവസാനം റയൽ മാഡ്രിഡ് വീണ്ടും അവർക്ക് ജീവൻ വെക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹാഫിലേക്ക് പോകുന്നു. പിന്നെ കാർലോ അൻചെലോട്ടി എന്താണ് റയൽ മാഡ്രിഡ് പ്ലെയേഴ്സിനോട് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. സെക്കൻഡ് ഹാഫിൽ റയൽ മാഡ്രിഡ് വന്നത് വേറെ ലെവൽ എനർജിയോട് കൂടിയിട്ടാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ചാൻസ് വന്ന് വീണിട്ടുണ്ടായിരുന്നത് മാൻ സിറ്റിക്കാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഉടനെ തന്നെ. അങ്ങനെ റയൽ മാഡ്രിഡ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാണ്. അപ്പോൾ ഈ തിബോ കോർട്ടോടെ ഒരു സംഭവമുണ്ട്. അതായത് ചെങ്ങായി ആണെങ്കിൽ ഈ ഹാളിൻ്റെ പ്രശ്നമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ചെങ്ങായി പാസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അസെൻസിയോക്ക് പാസ് കൊടുക്കുന്നു. അസെൻസിയോ ഒരു ലെഫ്റ്റ് കോർണർ ഫ്ലാഗിൻ്റെ അടുത്താണുള്ളത്. അവിടെ ഫോഡൻ ചെങ്ങായിനെ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യാണ്. അപ്പോൾ അവിടെ ഫോഡൻ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. എന്നിട്ട് അത് കെവിൻ ഡെ ബ്രോയിനിലേക്ക് എത്തുന്നു. കെവിൻ ഡെ ബ്രോയിൻ എന്നിട്ട് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഹാളിനെ പിക്കുകയാണ്. ഹാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് വീണിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ. അദ്ദേഹം തൻ്റെ ലെഫ്റ്റ് ഫുട്ടിലേക്ക് എടുക്കുന്നു, കട്ട് ഇൻസൈഡ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. അത് വുഡ് വർക്കിൽ തട്ടിപ്പോവാണ്. അവിടെ മാൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ഹാലൻഡിനെ സംബന്ധിച്ചിടത്തോളം അൺലക്കിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പിന്നീട് അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡിൻ്റെ പല രീതിയിലുള്ള അറ്റാക്കുകളാണ്. അവർ മാൻ സിറ്റിയുടെ ആ ഒരു ഡോർ ഇങ്ങനെ നോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ആ വാതിൽ തുറക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനിടയിലാണെങ്കിൽ മാൻ സിറ്റിക്ക് കാൻജിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി മൂലം. അപ്പോൾ ഹാഫ് ടൈമിൽ തന്നെ പെപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുന്നു. റീക്കോ ലൂയിസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ റീക്കോ ലൂയിസിനെ സെക്കൻഡ് ഹാഫിൽ വിനി ജൂനിയർ റോസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിൽ ഒരു സിനാരിയോയിൽ ഈ റീക്കോ ലൂയിസിനെ അനായാസമായിട്ട് മറികടന്ന് പോയിട്ട് ആ ബയലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ഒരു ക്രോസ് കൊടുക്കുന്നു. ജൂഡ് ബെല്ലിംഗാം അപ്പോഴേക്കും ബോക്സിലേക്ക് ക്രാഷ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹെഡർ ജസ്റ്റ് വൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ വിനി സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലും അക്കാൻജിയെ നന്നായിട്ട് ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു. റീക്കോ ലൂയിസിനെയും
പണ്ടാറെടുക്കുന്നതാണ് പിന്നീട് നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നത്. 1-2 സിനാരിയിലൊക്കെ റീക്കോ ലൂയിസ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ വിനി ജൂനിയർ ചങ്ങനെ റോസ്റ്റ് ചെയ്ത് കളയുന്നതന്നെയാണ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധ്യതയായിരുന്നത്. പിന്നെ റോഡ്രിഗോ റൈറ്റ് സൈഡിൽ അദ്ദേഹം ആ ഒരു വയലിൻ്റെയൊക്കെ എടുത്തതിന് ശേഷം അദ്ദേഹം ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. ബോക്സിൽ കിലിയൻ എംബാപ്പയുടെ അറ്റംപ്റ്റ് അത് എഡേഴ്സൺ സേവ് ചെയ്യാൻ നമ്മൾ കണ്ടു. നിയർ പോസ്റ്റിൽ നല്ല സേവാണ്, നല്ല റിഫ്ലെക്സാണ് അവിടെ എഡേഴ്സൺ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എംബാപ്പയെ സംബന്ധിച്ചോളം മറ്റൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നു വീണായിരുന്നു, എന്ത് ആ ഒരു ഈക്വലൈസർ അടിക്കാനായിട്ട്. പക്ഷേ അദ്ദേഹത്തിന് അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈക്വലൈസർ വരുന്നത്? ഈക്വലൈസർ വരുന്നത് ഫ്രീ കിക്കിൽ നിന്നാണ്. റയൽ മാഡ്രിഡിന് ഒരു ഫ്രീ കിക്ക് ഔട്ട്സൈഡ് ദ ബോക്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫെഡെ വാൽവർദക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബെർണാർഡോ സിൽവയ്ക്കാണ് ആ വാളിൻ്റെ പുറകിൽ കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഫെഡയുടെ അറ്റംപ്റ്റ് ആ പുറകിൽ കിടക്കുന്ന ചങ്ങായിൽ തട്ടിയിട്ട് തിരിച്ച് സബയോസിലേക്ക് വന്ന് വീഴാണ്. സബയോസും ഫെഡയുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ആ ഫ്രീ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് നടത്തിയതിന് ശേഷം ഈ മാൻ സിറ്റി പ്ലേയേഴ്സ് ആരും പെട്ടെന്ന് അങ്ങോട്ട് ക്ലോസ് ഡൗൺ ചെയ്തില്ല സബയോസിനെ എന്നുള്ളതാണ്. സബയോസ് അവിടുന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോഫ്റ്റഡ് ബോൾ കൊടുക്കുകയാണ്. അതിലേക്കുള്ള എംബാപ്പയുടെ റണ്ണ് മികച്ചതാണ്. എംബാപ്പ എന്നിട്ടൊരു വോളി അറ്റംപ്റ്റ് നടത്താൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം ക്ലീൻ ആയിട്ടുള്ളൊരു കണക്ഷൻ അവിടെ കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഷിന്നിൽ തട്ടിയിട്ടാണ് അത് വലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്, ക്ലീൻ കണക്ഷനേ അല്ല. അപ്പോൾ അവിടെ ഒരു എലമെൻറ്റ് ഓഫ് ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചോളം, കിലിയൻ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ റയൽ മാഡ്രിഡ് ഡോറ് നോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് തുറക്കപ്പെട്ടു. മത്സരത്തിലേക്ക് റയൽ മാഡ്രിഡ് തിരിച്ചു വരുന്നു. 1-1 എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആ ഗോൾ കൺസിഡർ ചെയ്ത് ഉടനെ തന്നെ പെപ് ഗോർഡിയോള ഒരു ചേഞ്ച് വരുത്താൻ തീരുമാനിക്കുന്നു. താനാക്കിയെ പിൻവലിക്കുന്നു. എന്നിട്ട് കൊവാച്ചിച്ചിനെ മിഡ്ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനാരിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മത്സരത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പാസ്, അല്ലെങ്കിൽ പാസ് ഓഫ് ദ ഗെയിം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്തത് ഫെഡെ വാൽവർദയാണ്. വാട്ട് എ പാസ്! അതായത് എന്താ പറയുക, അധികമൊന്നും ഫെഡെ വാൽവർദെ എന്ന് പറയുന്ന എൽ ഹാൽക്കണ് മുമ്പോട്ടേക്ക് പോയിട്ട് കാര്യമായിട്ട് അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ജെം ഓഫ് എ പാസ്, അത് ഒരു ഗോളിൽ കലാശിക്കേണ്ട തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു അസിസ്റ്റിന് ഡിസേർവിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു പാസ്സായിരുന്നു. വാട്ട് എ പാസ്! അദ്ദേഹം ആ ഒരു ഹാഫ് ലൈനിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ആ ബോൾ റിസീവ് ചെയ്യുന്നു. എന്നതിന് ശേഷം ചെങ്ങായി കൊടുത്തിട്ടുള്ള ആ ഒരു ബോൾ അങ്ങനെ വിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ആ റൈറ്റ് സൈഡിൽ നിന്ന്. അപ്പോഴേക്കും എന്താണത്, അത് ഡിഫൻഡറിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ പോവുകയാണ്. എന്താ രസം! എന്നിട്ട് അത് ജൂഡ് ബെല്ലിംഗാമൊക്കെ ചെന്നുകൊണ്ടുണ്ടായിരുന്നു. ജൂഡ് ബെല്ലിംഗാം എന്താണ് ലെഫ്റ്റിലൂടെയാണ് കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് വന്നു വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് വൺസ് അഗെയിൻ എഡേഴ്സൺ സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടു. പക്ഷേ വാട്ട് എ പാസ് മാൻ! അപ്പോൾ അങ്ങനെ കഴിവുള്ളൊരു ചെങ്ങായന് റൈറ്റ് ബാക്കായിട്ട് തളച്ചിടേണ്ട ഒരു സിനാരിയിലാണ് റയൽ മാഡ്രിഡ് ഉള്ളത്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു റോളും എത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഫെഡെ വാൽവർദെ ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. ടീമിന് വേണ്ടിയിട്ട് എന്തും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ് ഫെഡറിക്കോ വാൽവർദെ എന്ന് പറയുന്ന എൽ ഹാൽക്കൻ. അസാധ്യ ഫുട്ബോളറാണ്. പ്രോപ്പർ മാൻഡ്രിഡിസ്റ്റാണ് ചങ്ങായി. എന്താ ഈ ചങ്ങായിനെ കുറിച്ചൊക്കെ ഇനി പറയേണ്ടത്? എത്രത്തോളം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ജം ഓഫ് എ പാസ് ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഹാലണ്ട് മത്സരത്തിലേക്ക് മാൻ സിറ്റിയെ തിരിച്ചു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ലീഡിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്? അപ്പോൾ അത് പെനാൽറ്റി കൺസീഡ് ചെയ്താണ് റയൽ മാഡ്രിഡ്. അപ്പോൾ അവിടെ ഫോർഡനിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കുന്നു. കുറച്ച് നേരം പൊസഷനൊക്കെ സിറ്റി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോർഡൻ റൈറ്റ് സൈഡ് നിൽക്കല്ലേ, പുള്ളിക്കാരൻ്റെ അടുത്ത് മെൻഡി ഉണ്ട്. പക്ഷേ ഒന്ന് കട്ട് ഇൻസൈഡ് ചെയ്യുന്നു. കട്ട് ഇൻസൈഡ് ചെയ്ത് വന്നിട്ട് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യാനുള്ള ശ്രമമാണ്. അത് നമുക്കറിയാം, അദ്ദേഹം ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഷോട്ട് അൺലീഷ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചെങ്ങായിയാണെന്നുള്ളത്. പക്ഷേ അവിടെ സബയോസ് പിന്നെന്താ പറയുക, അഗ്രസീവായിട്ടുള്ളൊരു ചാലഞ്ച് നടത്തുന്നു. ആ ചാലഞ്ചിൻ്റെ തുടക്കം ഔട്ട്സൈഡ് ദ ബോക്സിലാണ്. പക്ഷേ അത് ഇൻസൈഡ് ദ ബോക്സിലേക്ക് കൂടി നീങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോർഡൻ വീണ് പോകുന്നു. റെഫറി അത് പെനാൽറ്റി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അത് പെനാൽറ്റി ആണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഓൺ ദ ലൈനാണ് ഫിൽ ഫോർഡൻ്റെ മറ്റേ കാലുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെന്താ പറയുക, റെഫറി കൊടുത്തുള്ള സ്ഥിതിക്ക് അതിനൊന്നും ചെയ്യാനൊന്നുമില്ല. വി ആർ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു കാല് ഇൻസൈഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺടാക്റ്റ്, അത് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ലൈനിലാണ്, ഓൺ ദ ലൈനാണ്. അപ്പോൾ അത് ഓൺ ദ ലൈൻ ഇൻസൈഡ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുക. അപ്പോൾ അവിടെ അത് പെനാൽറ്റി കൊടുത്തിരിക്കുകയാണ്. ക്ലംസി ചാലഞ്ചാണ്, ഒരാവശ്യമില്ലാത്തൊരു ചാലഞ്ചാണ്. കാരണം വെച്ചാൽ അവിടെ നിന്ന് ഒരു ഷോട്ട് പുൾ ഓഫ് ചെയ്തിട്ട് കോർട്ട് ബീറ്റ് ചെയ്യൽ എളുപ്പമുള്ളൊരു കാര്യമല്ല, പറ്റാത്ത കാര്യമൊന്നുമല്ല ഫോർഡനെ സംബന്ധിച്ചിടത്തോളം, പക്ഷേ എളുപ്പമല്ല. അപ്പം അങ്ങനെ ഒരു ചാലഞ്ച് നടത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല.
എന്തായാലും അങ്ങനെ ആ ഒരു പെനാൽറ്റി കൺസിഡർ ചെയ്യുന്നു. ഹാളണ്ട് ആ പെനാൽറ്റി വളരെ കൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടത്, ബ്യൂട്ടിഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ 80 മിനിറ്റ് ആയപ്പോഴാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്, ആ പെനാൽറ്റി അടിച്ചിട്ടുണ്ടായിരുന്നത്. 2-1 എന്നുള്ള ലീഡ് മാൻ സിറ്റി എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് അവർക്ക് ആ ഗെയിം സീ ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല, മാനേജ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക. അവിടെ നിന്ന് 5 മിനിറ്റ് കൂടി എന്താണ് അവർക്ക് 2-1 ലീഡ് ഉണ്ടായിരുന്നു. പിന്നെയാണ് ആ ഒരു കൊളാപ്സ് സംഭവിക്കുന്നത്. ആ ബോട്ട്ലിംഗ് ജോബ് മാൻ സിറ്റിയുടെ ഭാഗം നമ്മൾ കാണുന്നത് ഈ സീസണിൽ അനവധി തവണ നമ്മളത് കണ്ടിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിനിടയിൽ കാർലോ അൻചെലോട്ടി ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു, അനിവാര്യമായിട്ടുള്ള ചേഞ്ച്. പുള്ളിക്കാരൻ ലുക്കിറ്റെ കൊണ്ടുവരുന്നു സബിയോസിനെ പിൻവലിച്ചിട്ട്. കാരണം പിന്നെ എന്താ പറയുക, ആ ഒരു മത്സരത്തിൽ തിരിച്ചു വരണമല്ലോ. അപ്പം ബ്രഹീമിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റോഡ്രിഗോക്ക് പകരമായിട്ട്, ആ ഒരു എനർജി കൂട്ടാനായിട്ട്. 84-ാമത്തെ മിനിറ്റിലാണ് പെപ് ഗാർഡിയോള പിന്നെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് അതുവരെയും കെവിൻ ഡെ ബ്രൂയ്നെ ഇട്ടിട്ട് ഓടിച്ചു. ഫിസിക്കലി ഡ്രെയിൻഡ് ആയിട്ടുണ്ടായിരുന്നു കെവിൻ ഡെ ബ്രൂയ്ന. ബെർണാഡോ സിൽവ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പിൻവലിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഒമർ മർമൂഷിനെ കൊണ്ടുവരുന്നു, അതേപോലെ തന്നെ ഇൽക്കായ കൊണ്ടുവരുന്നു. അതായത് ബെഞ്ചിൽ പുതിയ സൈനിങ് ആയിട്ടുള്ള നിക്കോ ഗോൺസാലസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റിയാസ് ന്യൂനസ് ഉണ്ട്, ഒരേലി ഉണ്ട്, മക്കറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ട്. അതായത് ഇൽക്കായ കൊണ്ടുവരേക്കാൾ ബെറ്റർ ലെഗ്സ് ഉള്ള പ്ലെയേഴ്സ് അവിടെ ഉണ്ട്. പക്ഷേ എന്താണ്, ഗുണ്ടോൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനെ ട്രസ്റ്റ് ചെയ്യുകയാണ് അവിടെ പെപ് ഗാർഡിയോള. അതുപോലെ തന്നെ കോവാച്ചിച്ചിനെ നേരത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു മിഡ്ഫീൽഡിൽ പേസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. ആ ഒരു ലാക്ക് ഓഫ് എനർജി കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് പിന്നീട് വിനയായിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ റീക്കോ ലൂയിസിനൊക്കെ കൊണ്ടുവന്നതിന് പകരം ഈ കുസനോവിൻ്റെ ഡെബ്യൂവിൽ അദ്ദേഹം പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പേസി ആയിട്ടുള്ള ഒരു ഡിഫൻഡറിനെ അവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി പോയനെ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ രീതിയിൽ പെപ്പിനെ സംബന്ധിച്ചോളം കുറേ ഡിസിഷൻസ് അദ്ദേഹം എടുത്തത് പാളിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചില പ്ലേയേഴ്സിനോടുള്ള ആ ഒരു അമിതമായിട്ടുള്ള ട്രസ്റ്റ് അദ്ദേഹത്തിന് പണി കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നിക്കോ ഗോൺസാലസ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇഞ്ചുറിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ബെഞ്ചിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും മത്സരത്തിൽ ഒരു 10 മിനിറ്റൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ഫിറ്റ്നസ് ലെവലൊക്കെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ബെഞ്ചിൽ അദ്ദേഹത്തിനെ വരുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണ്, ആ ഒരു നിക്കോ ഗോൺസാലസ് ഈ ടീമിൽ ജെല്ലാവാൻ ടൈം എടുക്കുമെന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ വിചാരിക്കണ്ടാവുക. അത്തരത്തിലൊരു ക്രഞ്ച് മത്സരത്തിൽ ഇറക്കി വിടേണ്ട എന്നുള്ളൊരു ചിന്തയുടെ പുറത്തായിരിക്കണം ഇറക്കി വിടാതിരുന്നുണ്ടാവുക. എന്തായാലും അങ്ങനെയുള്ള ചേഞ്ചസും പെപ് ഗാർഡിയോള വരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാർലോ അൻചെലോട്ടിയുടെ ചേഞ്ചസാണ് വർക്കായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇനി എങ്ങനെയാണ് 86-ാമത്തെ മിനിറ്റിൽ ആ ഒരു ഈക്വലൈസർ ഗോള് മത്സരത്തിൽ 2ാം തവണയും റയൽ മാഡ്രിഡ് അടിക്കുന്നത് വെച്ചാൽ അതിൽ എഡേഴ്സൻ്റെ കയ്യിൽ ബോൾ കിട്ടിയുള്ള സാഹചര്യത്തിൽ ഇനി ആകെ 5 മിനിറ്റേ ബാക്കിയുള്ളൂ, പ്ലസ് ഇഞ്ചുറി ടൈം. അത് ചാനലിലേക്ക് അടിച്ച് കാരണം അമ്മാതിരി ലോങ് കിക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലൊരു ചങ്ങയാണ് എഡേഴ്സൺ, നമുക്ക് എല്ലാവരും പറയുന്നതാണ്. പകരം എന്താണ്, അദ്ദേഹത്തിൻ്റെ കിക്ക് മിസ് കിക്ക് ആവുന്നു. വളരെ കാഷ്വലായിട്ട് കിക്ക് എടുത്തുകൊണ്ടാണ് അത്തരത്തിൽ ആ ഒരു മിസ് കിക്കൊക്കെ സംഭവിക്കുന്നത്. അത് നേരെ പോയി വീഴുന്നത് ജൂഡ് ബെല്ലിംഗാമിലേക്കാണ്. അവിടെ റുബൻ ഡിയാസ് ഒരു ഹെഡർ വിൻ ചെയ്യുന്നുണ്ട്. അവിടെ സിനാരി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ്. പക്ഷേ അഗെയിൻ അവിടെ ജൂഡ് ബെല്ലിംഗാം തന്നെ ആ ബോൾ അദ്ദേഹത്തിൽ തന്നെ വന്ന് വീഴുന്നു. അദ്ദേഹം അത് തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്യുന്ന ബ്രഹീം ഡിയാസിനെ പിക്ക് ചെയ്യുന്നു. ബ്രഹീം ഡിയാസ് എന്നിട്ട് അത് വിനി ജൂനിയർക്ക് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലൂടെ റൺ ചെയ്യുന്ന വിനി ജൂനിയർക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ പാസ്സാണ് വിനി ജൂനിയറിൻ്റെ അറ്റംപ്റ്റ്. പക്ഷേ എഡേഴ്സൺ സേവ് ചെയ്യുന്നു. എഡേഴ്സൺ സേവ് ചെയ്തതും അതിലും ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം നേരെ അത് മുമ്പോട്ടേക്കാണത് തട്ടിയിട്ടുണ്ടായിരുന്നത്. നേരെ മുമ്പോട്ടേക്ക് തട്ടിയിട്ട് കൊടുത്തു. അവിടെ ഈ ബ്രഹീം ഡിയാസ് വിനി ജൂനിയർക്ക് പാസ് കൊടുത്തതിന് ശേഷം അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നില്ല. അദ്ദേഹം ബോക്സിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തുകയാണ്. കൊവാച്ചിച്ച് ബോക്സിൽ ഈ ബ്രഹീം ഡിയാസിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ബ്രഹീം ഡിയാസാണ് ആദ്യം റിയാക്ട് ചെയ്തത്. അവിടെ കൊവാച്ചിച്ച് റിയാക്ട് ചെയ്യാൻ വൈകിപ്പോയി. ബ്രഹീം ഡിയാസ് ആ റീബൗണ്ട്, അതായത് നേരെ ബ്രഹീം ഡിയാസിലേക്കാണ് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എഡേഴ്സൺ. അത് സൈഡിലേക്കൊക്കെയാണ് പാരി ചെയ്യേണ്ടതുള്ളത്. അതാണ് ഒരു കീപ്പർ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം. പക്ഷേ അതൊരു റിയാക്ഷൻ ടൈമും കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാത്രമല്ല ഒരു പാനിക് സിറ്റുവേഷൻ കൂടിയാണല്ലോ, കാരണം തൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണല്ലോ അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതും എഡേഴ്സൻ്റെ മൈൻഡിലൂടെ പോയിട്ടുണ്ടാകും. എന്തായാലും ബ്രഹീം ഡിയാസ് ഫിനിഷ് ചെയ്യുന്നു. സിറ്റിയുടെ ഡിഫെൻഡിങ് ഓഫറാണ്. ശരിയാണ്, അവിടെ എഡേഴ്സൺ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. എഡേഴ്സൻ്റെ ആ ഒരു മിസ്റ്റേക്കിൽ തന്നെയാണ് ആ ഗോളിൻ്റെ തുടക്കം സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ആ സിറ്റുവേഷൻ റെക്ടിഫൈ ചെയ്യാമായിരുന്നു മാൻ സിറ്റിക്ക്. പക്ഷേ മാൻ സിറ്റിയുടെ ഡിഫെൻഡിങ് ഓഫറാണ്. ബ്രഹീം ഡിയാസ് ഫോമർ സിറ്റി പ്ലെയർ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് രാത്രിയിൽ കൂടി അടിയറവ് പറയാതെ നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി കാഴ്ചവെച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ട് നമ്മുടെ ഏർലിംഗ് ഹാലണ്ട്
ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് പ്ലേയേഴ്സിനോട്. ബുദ്ധി കാണിക്കുക, ഒന്ന് 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 കോൺസെൻട്രേറ്റ് ചെയ്യ് എന്ന രീതിയിലുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഏർലിംഗ് ഹാലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ അത് ആ രീതിയിലുള്ള ഒരു ആക്ഷനൊക്കെ തൻ്റെ ടീംമേറ്റ്സിനോട് കാണിക്കാൻ അദ്ദേഹത്തിന് ഫുള്ളി അർഹതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഹാലൻഡ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. മാൻ സിറ്റിയുടെ ലൈൻ ലീഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 2 ഗോളുകൾ അടിച്ചു. അതിൽ കൂടുതലൊന്നും ഇപ്പോൾ ഹാലൻഡിന് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ടുള്ള സർവീസ് ഹാലൻഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ മാൻ സിറ്റി അത്ര നല്ല രീതിയിലല്ല കളിച്ചുള്ളത്. കാരണം റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു എനർജിക്ക് മുമ്പിൽ നെർവസ്നെസ്സോട് കൂടിയിട്ടാണ് മാൻ സിറ്റി കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും മാൻ സിറ്റിക്ക് മത്സരത്തിൽ ലീഡ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പെനാൽറ്റിയിലൂടെ. അപ്പോൾ അങ്ങനെ അവർക്ക് അവരുടെ മുമ്പിൽ ഒരു സുവർണാവസരമായിരുന്നു സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ കളിക്കാതെയും മത്സരത്തിൽ ആ ഇമ്പോർട്ടൻറ്റ് വിക്ടറി കരസ്ഥമാക്കാൻ. പക്ഷേ അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല. ആ ഒരു മെൻറ്റാലിറ്റി കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. അവർ അട്ടിയറവ് പറയുകയാണ്, ബോട്ടിൽ ചെയ്യുകയാണ്. 2-2 കാർലോ അഞ്ചെലോട്ടിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേഞ്ച് വരുത്തിയെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഗെയിം സീ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചങ്ങായി എംബാപ്പയെ പിൻവലിച്ചുകൊണ്ട് ഫ്രാൻ ഗാർസിയെ കൊണ്ടുവന്നിരുന്നത്. വളരെ ലേറ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് നടത്തിയിരുന്നത്. ഇഞ്ചുറി ടൈമിലാണ് ചങ്ങായി ചേഞ്ച് നടത്തിയിരുന്നത്. വെറും 3 മിനിറ്റേ ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നുള്ളൂ. 3 മിനിറ്റ് മാത്രം. അപ്പോൾ 2-2 കാര്യങ്ങൾ തീരും, ബാക്കി ബെർണബേയിൽ വെച്ച് നോക്കാമെന്നുള്ളതായിരുന്നു കാർലോ അഞ്ചെലോട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന സംഭവം. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ DNA ഉള്ളൊരു സംഭവമാണല്ലോ അത്. ഈ ഒരു 90 മിനിറ്റിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് രാത്രിയിൽ ഇമ്മാതിരി പരിപാടികൾ ചെയ്യുക എന്നുള്ളത്. അതിനാണെങ്കിൽ മാൻ സിറ്റി നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്തു, നല്ല രീതിയിൽ. അപ്പോൾ ഒരു ലോങ് ബോളാണ് ഡിഫൻസിൽ നിന്ന്. ഒരു ലോങ് ബോൾ അസെൻസിയോ ലോങ് ബോൾ കൊടുക്കുന്നു. അവിടെ ആ ഒരു ഹാഫ് ലൈനിൻ്റെ അടുത്ത് ഹെഡർ വിൻ ചെയ്യുന്നത് ജൂഡ് ബെല്ലിംഗാമാണ്. ഹാഫ് ലൈനിൻ്റെ അടുത്ത്, ഓക്കെ, അത് മനസ്സിലാക്കണം. അത് എന്നിട്ട് ഈ കൊവാച്ചിച്ചിലേക്ക് വന്ന് വീഴുമ്പോൾ കൊവാച്ചിച്ച് എന്ത് തേങ്ങയാണ് അവിടെ ചെയ്തെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇനി 1-1.5 മിനിറ്റ് മാത്രമേ കളിയുള്ളൂ. ആ ബോൾ തന്നിലേക്ക് എത്തുമ്പോൾ അത് അടിച്ച് കളയലേ വേണ്ടത്, അപ്പുറത്തെ പാടത്ത് പോയി കിടക്കണം. അമ്മാതിരി ക്ലിയറൻസ് അവിടെ നടത്തുന്നതിന് പകരം ഫാൻസി ഫ്ലിക്ക്. ഇത് എന്താണിത്? അതായത് ഏതൊരു സിനാരിയിലും ബോൾ കീപ്പ് ചെയ്യണം, ഗ്രൗണ്ടിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഫിലോസഫിയുടെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യം കൂടിയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്റ്റിൽ കോവാച്ചിച്ചിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ അമ്മാതിരി ഒരു ഫ്ലിക്ക് അവിടെ എന്ത് തോന്നിയാസാണോ അത്? അങ്ങനെ ആ ഫ്ലിക്ക് പിന്നെ നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ വിനി ജൂനിയറിലേക്കാണ്. അവിടെ വിനി ജൂനിയർ ഉണ്ട്, റീക്കോ ലൂയിസും വിനി ജൂനിയറും തമ്മിലുള്ളൊരു ഡ്യൂലാണ് അവിടെ ഉള്ളത്. അവിടെ ആദ്യം ആ ബോൾ വിൻ ചെയ്യുന്നത് വിനി ജൂനിയറാണ്. റീക്കോ ലൂയിസ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവിടെ ഒന്ന് കാല് നീട്ടി വെച്ചിട്ട് അത് വിൻ ചെയ്യണം, അല്ലെങ്കിൽ ഫൗളെങ്കിലും ചെയ്യണം. വിനി ജൂനിയർ അവിടെ വീഴ്ത്തിയിടണം. അമ്മാതിരി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. ഒന്നുമില്ല. അങ്ങനെ വിനി ജൂനിയർ അതുമായിട്ട് പോവുകയാണ്. ആ ഒരു സിനാരിയോയിൽ നമ്മുടെ ചെങ്ങായി എഡേഴ്സൺ ഓൾറെഡി പാനിക് അറ്റാക്ക് കഴിഞ്ഞിരിക്കുകയാണല്ലോ. എന്തിനാണ് അങ്ങോട്ടേക്ക് കയറി വന്നതെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഡിഫൻഡർ ഉണ്ട് വിനിയുടെ കൂടെ. മാത്രമല്ല ജൂഡ് ബെല്ലിംഗാമിൻ്റെ റണ്ണും ട്രാക്ക് ചെയ്യാൻ ഡിഫൻഡർ ശ്രമിക്കുന്നുണ്ട്. ജൂഡ് ബെല്ലിംഗാം ഹാഫ് ഫീൽഡിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്തിട്ട് പിന്നെ ബോക്സിലേക്ക് റൺ നടത്തിക്കൊണ്ടിരിക്കട്ടെ, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ ഈ എഡേഴ്സൺ കയറി വന്നതാണ് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് വിനി ജൂനിയർക്ക് എളുപ്പമായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബ്ലണ്ടർ ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ എഡേഴ്സൻ്റെ ഭാഗം നമ്മൾ കണ്ടത്. വിനി ജൂനിയർ കീപ്പറിൻ്റെ മുകളിലൂടെ ഡിങ്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചതാണോ അതോ കൃത്യമായിട്ടും ജൂഡ് ബെല്ലിംഗാമിന് തന്നെ പാസ് കൊടുക്കാൻ ശ്രമിച്ചാണോ എന്നുള്ളത് വിനി ജൂനിയർക്ക് അറിയുണ്ടാവുള്ളൂ. എന്തായാലും അതിലേക്ക് ജൂഡ് ബെല്ലിംഗാം ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ടാപ്പ് ആൻഡ് ഫിനിഷ്. ജൂഡ് വിന്നിംഗ് ഗോൾ അടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ബ്രഹീം ഡിയാസിൻ്റെ കൂടെ ജൂഡ് ബെല്ലിംഗാം സെലിബ്രേറ്റ് ചെയ്യുന്നു. മറ്റൊരു ഇഞ്ചുറി ടൈം വിന്ന. അതായത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പോലെ തോക്കെടുത്തിട്ട് സ്വയം വെടിവെച്ച് കൊന്നിരിക്കുകയാണ് അവിടെ മാഞ്ചസ്റ്റർ സിറ്റി. ചിലരൊക്കെ പറയുന്നത് മാൻ സിറ്റിയുടെ ഈ ഒരു മണ്ടത്തരം കൊണ്ട് മാത്രമാണ് റയൽ മാഡ്രിഡ് മത്സരത്തിൽ വിജയിച്ചു കയറി എന്നുള്ളതൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. റയൽ മാഡ്രിഡ് 100% ഡിസേർവിംഗ് ആണ് ഈ മത്സരത്തിൽ വിജയിക്കാൻ. കാരണം ബെറ്റർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് റയൽ മാഡ്രിഡാണ്. 20 അറ്റംപ്റ്റുകൾ ഈ മത്സരത്തിൽ നടത്തിയത് റയൽ മാഡ്രിഡാണ്. നമ്മുടെ മാൻ സിറ്റി സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ശരിയാണ്, റോഡ്രിയുടെ ഒരു അഭാവമുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ഫുൾ ടീമാണുള്ളത്, ഓൾമോസ്റ്റ് ഫുൾ ടീം. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിനെതിരെയാണ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ അനേകായിരം പ്രശ്നങ്ങളോട് കൂടിയിട്ട് റയൽ മാഡ്രിഡ് ഇമാതിരി ഒരു റിസൾട്ട് പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. റയൽ മാഡ്രിഡ് ആണെങ്കിൽ ഒടുക്കത്തെ വൾണറബിൾ നേച്ചർ ഈ ഒരു സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ബിഗ് ഗെയിമിലൊന്നും അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ബിഗ് ഗെയിമുകളിൽ അവരുടെ ഡിഫൻസിനെ, ഈ ഒരു മേക്ക് ഷിഫ്റ്റ് ഡിഫൻസിനെ കാര്യമായിട്ട് ടീമുകൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഗോളുകൾ ഒരുപാട് അടിക്കുന്നുണ്ട്. ഒപ്പം
റയൽ മാഡ്രിഡിൻ്റെ പ്രസിംഗിലും കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ടീമുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നങ്ങളുടെ പിന്നെ നടുവിൽ നിൽക്കുന്ന റയൽ മാഡ്രിഡിനെതിരെ പോലും ഓൾമോസ്റ്റ് ഫുൾ ടീമായിട്ടുള്ള മാൻ സിറ്റിക്ക് റോഡ്രി ഇല്ല എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. എന്നിട്ടും മാൻ സിറ്റിക്ക് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ഈ സീസണിൽ മാൻ സിറ്റിയെ ഒരുപാട് സൈഡുകൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ചെറിയ ടീമുകൾ തന്നെ പരാജയപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ ടീമുകൾ ഞെട്ടിക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരാണെങ്കിലും ഇപ്പോൾ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും സൈനികളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. റയൽ മാഡ്രിഡ് ഒരൊറ്റ സൈനിക പോലും നടത്തിയിട്ടില്ല. അപ്പോൾ അതാണ് കാർലോ അൻചെലോട്ടി അവിടെ ഉള്ള റിസോഴ്സുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബിഗ് ഒക്കേഷനിൽ ഇത്തരത്തിലുള്ളൊരു വിജയം പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. ശരിയാണ്, ഇനിയും ഒരു ലെഗ് കൂടി ബാക്കിയുണ്ട്. സെക്കൻഡ് ലെഗ് ബാക്കിയുണ്ട്. ബെർണബേയിലാണത്. ബെർണബേയിൽ പെപ്പിൻ്റെ ഫോമർ സൈഡായിട്ടുള്ള ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടുള്ളതാണ് ലാ ലീഗയിൽ. ഒപ്പം സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലും അത്തരത്തിൽ ഹ്യൂമിലേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡിനെതിരെ 2 സമനിലകൾ ഈ സീസണിൽ തന്നെ നേടിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലിവർപൂൾ ഈ സീസണിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ക്ലബ് അത്ലറ്റിക് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. മിലാൻ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്താണ്, റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്താവുന്ന രീതിയിൽ തന്നെയാണ് അവരുള്ളത്. ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ ഒരു ഓറ ഡിഫറൻ്റ് ആണ്. പക്ഷേ സ്റ്റിൽ ആ ടീമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പെപ്പിൻ്റെ മാൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർക്ക് സാധ്യതകളൊക്കെ ഉണ്ട്. ടെക്നിക്കലി പോസിബിളാണ്. പക്ഷെ പേഴ്സണലി ഞാൻ വിചാരിക്കുന്നില്ല പെപ്കോയുടെ സൈഡ് പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുന്ന റയൽ മാഡ്രിഡിനെതിരെയും സാന്റിയാഗോ ബെർണബേയിൽ പോയിട്ടൊരു റിസൾട്ട് നെയ്തെടുക്കുന്നുള്ളത്. പക്ഷേ ഫുട്ബോളാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. ആ ഒരു ഹോപ്പിലായിരിക്കും മാൻ സിറ്റിയുടെ ആരാധകർ ഇരിക്കുന്നുണ്ടാവുക. ഹോപ്പ് വേണം, പ്രതീക്ഷ വേണം. പ്രതീക്ഷയില്ലാതെ എന്ത് ഫുട്ബോൾ, പ്രതീക്ഷയില്ലാതെ എന്ത് ജീവിതം, പ്രതീക്ഷയില്ലാതെ എന്ത് ഫുട്ബോളും. അപ്പോൾ പ്രതീക്ഷ വെക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഈ റയൽ മാഡ്രിഡ് സൈഡ് ശരിക്കും ബീറ്റബിളാണ്. അവർ ഒരുപാട് ദൂരമൊന്നും ചാമ്പ്യൻസ് ലീഗിലും സഞ്ചരിക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ റയൽ മാഡ്രിഡ് ആയതുകൊണ്ട് എനിക്ക് എഴുതി തള്ളാനും പറ്റില്ല. അവിടെ ഈ വിനി ജൂനിയറെ പോലെ, എംബാപ്പയെ പോലെ, റോഡ്രിഗോയെ പോലെ, ഫെഡെ വാൽവർദയെ പോലെയുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഒപ്പം റുഡിഗറും കോർട്ടോയൊക്കെ എന്ന് പറഞ്ഞാൽ കോർട്ടോയ്ക്കൊക്കെ മത്സരത്തിൽ സിംഗിൾ ഹാൻഡഡ്ലി റയൽ മാഡ്രിഡിനെ നോക്കൗട്ട് മത്സരങ്ങൾ പിടിച്ചു നിർത്താൻ സാധിക്കുന്നതൊക്കെ നമുക്കറിയുന്നതാണ്. മുമ്പും തെളിയിച്ചുള്ള സംഭവമാണ്. അവിടെ മിഡ്ഫീൽഡിൽ നിന്ന് ടോണി ക്രോസ് പോയത് കൂടിയിട്ട് പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ടായിരുന്നു. ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഡിഫൻസിൽ ഇഞ്ചുറീസിൻ്റെ കൂമ്പാരമാണെന്നുള്ളത് നമുക്കറിയുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നടുവിലിരിക്കുന്ന റയൽ മാഡ്രിഡ് ആണെങ്കിലും നമുക്ക് ഈ ചാമ്പ്യൻസ് ലീഗ് അവന്മാരെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റൂലെന്നേ. അതെൻ്റെ തോന്നലാണ്. അത് ഞാൻ തുറന്നു പറയാൻ മടിക്കുന്നില്ല. ഇനിയിപ്പോൾ സിറ്റി അത്തരത്തിൽ ഒരു വിൻ പുൾ ഓഫ് ചെയ്തിട്ട് റയൽ മാഡ്രിഡിനെ സാന്റിയാഗോ ബെർണബേയിൽ നോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈയടിക്കും. അത് നമ്മൾ ചെയ്യും. പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസിസിൽ ടീമിനെ ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തെളിയിക്കാൻ ഒരു അവസരം കൂടിയാണിത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഓൾറെഡി ഒരു ഡിഫീറ്റഡ് മാനെ പോലെയാണ് പെപ്പ് ഗാർഡിയോള സംസാരിക്കുന്നത്. അത് തൻ്റെ ടീമിലും ട്രാൻസ്മിറ്റ് ചെയ്യുമല്ലോ. മാൻ സിറ്റി ആകെ 11 അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ. അതിൽ 4 ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. 2 ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു. റയൽ മാഡ്രിഡ് ആണെങ്കിൽ മൊത്തത്തിൽ 6 ബിഗ് ചാൻസസ് മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മത്സരിക്കുന്ന കാര്യം ഓർക്കണം. 20 അറ്റംപ്റ്റുകൾ നടത്തുന്നു. അതിൽ 8 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. അതിൽ 3 ബിഗ് ചാൻസ് അവർ മിസ് ചെയ്തിട്ടുണ്ട്. അവരുടെ XG 3.30 ആയിരുന്നു. മാൻ സിറ്റിയുടേത് ഹോമിൽ 1.60. അപ്പോൾ അതായത് അവർക്കൊരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും XG വർദ്ധിപ്പിക്കുന്ന തരത്തിലൊരു കാര്യമാണെന്നുള്ള കാര്യം ഓർക്കണം. റുഡിഗർ തിരിച്ചു വരുമോ റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസിൽ? അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. സാന്റിയാഗോ ബെർണബേയിൽ ക്രൗഡ് എന്തായാലും വെറുതെ ഇരിക്കും തോന്നുന്നില്ല. പ്രത്യേകിച്ച് ബാനറും തേങ്ങയും മാങ്ങയും ഒക്കെ മാൻ സിറ്റി ആരാധകർ പുറത്തിട്ടുള്ളൊരു സാഹചര്യത്തിൽ എന്താണാവോ മാൻ സിറ്റി ആരാധകർക്കായിട്ട്, മാൻ സിറ്റി ടീമിനായിട്ട് സാന്റിയാഗോ ബെർണബേയിൽ റയൽ മാഡ്രിഡിൻ്റെ ആരാധകർ കരുതി വെച്ചിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം. മാൻ സിറ്റി ആരാധകർ അത്തരത്തിലുള്ളൊരു ബാനർ പുൾ ഓഫ് ചെയ്തതിനോടൊന്നും എനിക്ക് വിയോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഫുട്ബോളിൽ സ്വഭാവമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്, സ്വന്തം പ്ലെയറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം. പക്ഷേ അതുകൊണ്ട് വിനി ജൂനിയറിനെ നിങ്ങൾക്ക് എന്താ പറയുക തളർത്താൻ സാധിക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അത് നിങ്ങളുടെ കണക്കൂട്ടിൽ തെറ്റിപ്പോയി. അങ്ങനെ തളരുന്ന തരത്തിലൊരു ചങ്ങയല്ല. പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ, ബ്രസീലിൻ്റെ കുപ്പായത്തിൽ അദ്ദേഹത്തിന് സോഫാർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. പിന്നെ മാത്രമല്ല, ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു തന്നെയാണ്, മാൻ സിറ്റി ആരാധകരെ കൊഞ്ഞനം കുത്തിയത് മാൻ സിറ്റി ടീം തന്നെയാണ്. ഈ ഫ്രാൻ ഗാർസിയൊക്കെ
കൊണ്ടുവന്നത് ഞാൻ നേരത്തെ പറയാൻ മറന്നതാണ് എനിക്ക് തോന്നുന്നത്. മത്സരം സി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു അറ്റാക്കറിനെ പിന്നിൽ ഒരു ഡിഫൻഡറിനെ ആഡ് ചെയ്യുന്നു. പക്ഷേ എന്താണ്, മാൻ സിറ്റി കാർലോ അൻചെലോട്ടിയെയും പറ്റിച്ചു. എന്നിട്ട് ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തു. രണ്ട് ഭാഗങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേ അധ്യായത്തിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.